അണ്ഡവും ബീജവും രണ്ട് വ്യത്യസ്ത ജീവകോശങ്ങൾ പരസ്പരം പുണർന്ന് ഒന്നായി പുതിയൊരു ജീവന്റെ സ്പന്ദനമായി മാറുന്ന പ്രകൃതിയുടെ പവിത്ര നിമിഷമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. സ്ത്രീ ശരീരത്തിൽ പ്രവേശിക്കുന്ന 30 ദശലക്ഷത്തോളം ബീജകോശങ്ങൾ പലതരം പ്രതിസന്ധികൾ തരണം ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിലുള്ള അണ്ഡത്തെ ലക്ഷ്യം വെച്ച് പ്രയാണം തുടങ്ങുന്നു. ഓരോ ബീജത്തെയും ആവരണം ചെയ്യുന്ന സംരക്ഷണ കവചത്തിന്റെ സഹായം സ്ത്രീ ലൈംഗികാവയവത്തിനകത്തുള്ള ആസിഡ് സ്വഭാവത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ അവയെ സഹായിക്കുന്നു. ബീജങ്ങളിൽ പലതും ഈ സമയം നശിച്ചു പോവുകയും ചെയ്യും. ബാക്കി വരുന്നവ ഗർഭാശയ മുഖമായ സെർവിക്സിനടുത്തേക്ക് എത്തിച്ചേരുന്നു. ഈ സമയം സെർവിക്സ് അല്പം തുറന്ന് യൂട്ടറസ് അഥവാ ഗർഭാശയം ബീജങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കുന്നു. ഗർഭാശയത്തിൽ നിന്നും ബീജങ്ങൾ ഫലോപ്പിയൻ ട്യൂബിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അവിടെയാണ് പുതിയൊരു ജീവരഹസ്യത്തിന്റെ പകുതിയും പേറി അണ്ഡം കാത്തു നിൽക്കുന്നത്. ഈ യാത്രയിൽ സ്ത്രീ പ്രതിരോധ കോശങ്ങൾ അന്യകോശങ്ങളായി തെറ്റിദ്ധരിച്ച് ബീജകോശങ്ങളെ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ പ്രയാണത്തിനിടയിൽ ഫലോപ്പിയൻ ട്യൂബിലെ സീലിയകൾക്കിടയിൽ കുടുങ്ങിയും ധാരാളം ബീജങ്ങൾ നശിച്ചു പോകാം. പ്രത്യുൽപാദന കേന്ദ്രങ്ങളിലെ രാസവസ്തുക്കൾ ബീജത്തിന്റെ ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അതോടെ ബീജം കൂടുതൽ ഊർജ്ജസ്വലമായി അണ്ഡത്തെ തേടിയുള്ള യാത്ര തുടരുന്നു. ഈ പ്രയാണത്തിന്റെ ഒടുവിൽ അണ്ഡത്തെ കണ്ടെത്തുകയായി. അണ്ഡത്തിന്റെ ബാഹ്യകോശങ്ങളെ തകർത്ത് ബീജം ഉള്ളിൽ പ്രവേശിക്കാൻ തുടങ്ങുന്നു. അണ്ഡത്തിലെ രാസവസ്തുക്കൾ ബീജത്തെ പൂർണ്ണമായും ഉള്ളിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരു ബീജം മാത്രം അണ്ഡത്തിന്റെ സജീവ കോശത്തിൽ പ്രവേശിച്ച് ആദ്യ സമാഗമത്തിന്റെ തുടക്കം കുറിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അണ്ഡം ബീജത്തെ പൂർണ്ണമായും അതിന്റെ കോശത്തിലേക്ക് വലിച്ചെടുക്കുന്നു. അണ്ഡത്തിൽ സംഭവിക്കുന്ന ചില രാസമാറ്റങ്ങൾ മറ്റു ബീജങ്ങൾ അണ്ഡത്തിൽ പ്രവേശിക്കുന്നത് പൂർണ്ണമായും തടയുന്നു. അണ്ഡവും ബീജവും ചേർന്ന സിക്താണ്ഡം അണ്ഡകോശത്തിന്റെയും ബീജകോശത്തിന്റെയും ജനിതക വസ്തുക്കൾ കൂടിച്ചേർന്ന ഒറ്റ കോശമായി തീരുന്നു. അതായത് അണ്ഡത്തിന്റെ 23 ക്രോമസോമുകളും ബീജത്തിന്റെ 23 ക്രോമസോമുകളുമായി കൂടിച്ചേർന്ന പുതിയ ജീവകോശം പിറക്കുകയായി. പുതിയ ജീവകോശം ആ ജീവിയുടെ ലിംഗനിർണയം, ശരീരത്തിന്റെ, മുടിയുടെ, കണ്ണിന്റെ നിറങ്ങളും ഘടനയും മറ്റ് സ്വഭാവ സവിശേഷതകളും നിർണയിക്കുന്ന 46 ക്രോമസോമുകളുള്ള പുതിയ കോശമാണ്. ഇങ്ങനെ രൂപം കൊണ്ട സൈഗോട്ട് അഥവാ സിക്താണ്ഡം സീലിയകളുടെ സഹായത്തോടെ തെന്നി ഗർഭാശയത്തിലേക്ക് യാത്രയാകുന്നു. ഗർഭാശയത്തിന്റെ ഉൾഭിത്തിയായ എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വിഭജനത്തിലൂടെ പുതിയ ജീവശരീരമായി പരിണമിക്കുന്നു.